കേരള പിറവിക്ക് ശേഷം, അതായത് എൻ്റെ ഓർമ്മയിൽ ഇതുപോലെ സുന്ദരമായ ഒരു ബജറ്റ് മുൻകാലങ്ങളിൽ കേരളത്തിലെ ഒരു ധനകാര്യമന്ത്രിയും അവതരിപ്പിച്ചിട്ടില്ല. അത്ര പെർഫെക്റ്റും എല്ലാ വിഭാഗം മനുഷ്യരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട വ്യവസായങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. അത് ജനക്ഷേമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ അത്തരം ഒരു ബജറ്റിന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ ഈ കുറെ സൈബർ സഖാക്കളും അതിന്റെ നേതാക്കന്മാർ വിവരം എന്ന് പറയുന്ന വട്ടകൾക്കില്ലല്ലോ. എന്താണ് ഈ ബജറ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ ബജറ്റ് ഏത് തരത്തിലാണ് അവതരിപ്പിച്ചതെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ പച്ചക്കളവ് നാടായ നാട് മുഴുവൻ പ്രചരിപ്പിക്കാൻ നോക്കുക ഇവറ്റകൾ ഇതിനു മുമ്പും ഇതേ കളവ് തന്നെയാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബോധവും വിവരവും ഉള്ള മനുഷ്യർ ഇവറ്റകളെ കാലത്തിന്റെ ചവിട്ടിക്കൊട്ടയിലേക്ക് തെറിപ്പിച്ചത്. എന്നിട്ടും അതിലൊന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും പച്ചക്കളവ് പറയാം. എന്താ ഇവറ്റകൾ ആദ്യം ക്യാപ്സ്യൂൾ ഇറക്കിയത്? ഇവിടെ ഈ ആരോഗ്യ ഇൻഷൂർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപയുടെ ഇൻഷൂർ പദ്ധതി ഓരോ കുടുംബങ്ങൾക്കും കൊടുക്കുമെന്നൊരു വാഗ്ദാനം ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ബജറ്റിനകത്ത് 10 കോടി രൂപ വകയിരുത്തി. ഈ പൊട്ടന്മാർ, ഈ വിവരദോഷികൾ വിചാരിച്ച് അത് ഇൻഷുറൻസ് പദ്ധതിക്ക് അങ്ങ് നടപ്പാക്കിയതാണ്. എന്നിട്ട് ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എന്താ? 25 ലക്ഷം രൂപന്റെ ആരോഗ്യ ഇൻഷൂർ പദ്ധതി നടപ്പാക്കുമ്പോൾ മേനോൻ സതീശൻ 10 കോടി രൂപ 3.5 കോടി ജനങ്ങൾക്ക് വകയിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വിവരമില്ലാത്ത കഴുതകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക. വിവരം കെട്ട വാണങ്ങളെ അതിന്റെ പ്രോസസ്സിംഗ് DPR നടപ്പാക്കാൻ വേണ്ടി വകയിരുത്തിയതാ. മനസ്സിലായ? അതിന്റെ പ്രോസസ്സിംഗ് നടത്തണം. മനസ്സിലായ? വിവരം വേണ്ടേ? ദിനേശ് വീടിയും ചുറ്റി നടന്നിട്ട് സ്കൂളിലും പോവാതെ പിന്നെ നടക്കുന്ന നിങ്ങളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായ? കാരണം VD സതീശൻ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് ഗവേഷണം ചെയ്ത് ഗ്രഹപാഠം പിന്നെ മനഃപ്പാഠമാക്കി അത് പഠിച്ചതിന് ശേഷം വന്നിട്ട് അതൊക്കെ ചെയ്യാം. കാരണം അയാൾക്ക് വിവരമുണ്ട്. അയാളെ എഡ്യൂക്കേഷൻ, അയാളെ വിദ്യാഭ്യാസ യോഗ്യത, അയാൾ സുപ്രീം കോടതി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത വക്കീൽ, ഇങ്ങനെയൊക്കെ ക്വാളിറ്റി ഉണ്ട്. അല്ലാതെ എവിടെയെങ്കിലും കപ്പൊക്കെ കുതിര കൂട്ടിയിട്ടും 4 മനുഷ്യന്മാരെ 10 മനുഷ്യന്മാരെ വെട്ടിക്കൊള്ളുന്ന യോഗ്യതയും കൊണ്ട് മുഖ്യമന്ത്രി ആയ ആളല്ല അയാള്. അപ്പൊ അയാള് അവതരിപ്പിക്കുന്ന ബജറ്റ് അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും, സ്റ്റേറ്റിന് വേണ്ടിയുള്ളതായിരിക്കും. മനസ്സിലായ? എത്ര വികസന പ്രവർത്തനത്തിന്റെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതി ആ ബജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഇല്ലേ? ആരെങ്കിലും നിങ്ങൾ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയോ? നിങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കുറെ ഉണ്ടാക്കിയ ബജറ്റ് അവതരിപ്പിച്ചല്ലോ. 1000 കോടി അവിടെ, 1000 കോടി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഇദ്ദേഹം കൊണ്ടുവന്നതുപോലെ, ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം പോലെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എന്താ ചെയ്യുക? കള്ളുഷാപ്പ് തുറക്കാൻ ഇത്ര 1000 ബജറ്റ്, 1000 കോടി. ദിനേശ് പിടി ചുറ്റുന്നവനിക്ക് പെൻഷൻ 2000 കോടി. ഇങ്ങനെയല്ലേ നിങ്ങൾ ബജറ്റ് അല്ലേ? നാടിനെ ബാധിക്കുന്ന, നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ഏതെങ്കിലും ഒരു വിഷയം ആ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? പോട്ടെ, കൊണ്ടുവന്നിട്ടെങ്കിലും അത് പറയാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സതീശൻ ഉണ്ടാക്കിയ ബജറ്റ് ബോധമുള്ള, വിവരമുള്ള, രാജ്യത്തെ നിയമത്തെ അറിയുന്ന നിയമപാലകന്മാർ പോലും, എന്തിന് നമ്മളെ എതിരാളികൾ പോലും അംഗീകരിച്ച ഒരു ബജറ്റാ. മനസ്സിലായ? അത് ബോധമുള്ളവർക്കറിയാം. എന്നിട്ട് അതിനകത്ത് പച്ചക്കളവ് സ്ത്രീകൾക്ക് കൊടുത്ത അതൊക്കെ അങ്ങ് റദ്ദാക്കി. എവിടെ റദ്ദാക്കിയടാ പറ? നിങ്ങളിപ്പോ പച്ചക്കളവ് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. ഉളുപ്പ് വേണം, ഉളുപ്പ്, നാണും മാനും വേണം. അതില്ലെങ്കിൽ അവ മുങ്ങിക്കുളിച്ചവന്റെ എന്താ പറയുക, അവിടെ പോയി മുങ്ങിക്കുളിക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കും കേട്ടാ. ഇത്ര മാത്രം സുന്ദരമായ ഒരു ബജറ്റ് നിങ്ങൾ നോക്ക്. യുവാക്കളെ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ബിസിനസ് സംരംഭരെ ഉൾപ്പെടുത്തി, തൊഴിലാളികളെ ഉൾപ്പെടുത്തി, അടിസ്ഥാന വർഗങ്ങളെ ഉൾപ്പെടുത്തി, അങ്ങനെ സമസ്ത മേഖലയിലും ഈ ബജറ്റിന്റെ ആനുകൂല്യത്വം അങ്ങനെയുള്ള ഒരു ബജറ്റാ. നല്ല ദീർഘവീക്ഷണത്തോടുകൂടി എന്താ പറയുക, കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടോടുകൂടിയൊരു ബജറ്റ്. അതും നിങ്ങൾ ചിന്തിക്കണം. 90,000 കോടി രൂപയോളം കടമാക്കി വെച്ച് നാണം കെട്ടിട്ട് ഇറങ്ങിപ്പോയ ഒരു കാര്യമായ ഖജനാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയും ബജറ്റ് പ്രഖ്യാപിച്ചത്. എന്നിട്ട് ഇവരെ പിന്നെ ബജറ്റ് ധനകാര്യമന്ത്രി തോമസ് ഐസക് ചോദിക്കാം, ബജറ്റൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും?
നടപ്പാക്കാൻ ആംബേറിന്റെ മുഖ്യന് പണം കണ്ടെത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതെങ്ങനെ നടപ്പാക്കും നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ഞങ്ങൾ 5 ഇനം പരിപാടി പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് ബസ്സിന് സ്ത്രീകൾക്ക് ഫ്രീ ആണെന്ന് ഞങ്ങൾ വാഗ്ദാനം കൊടുത്തു. ആശാവർക്കറുടെ ശമ്പളം ഞങ്ങൾ കേട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയാ, അംഗൻവാടിയിലെ ടീച്ചർമാരുടെ ശമ്പളം ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? പൊള്ളയായ പക്ഷക്കളവാണ് ഇവര് പറയുന്നത്, ഇതൊന്നും നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന് ഒരു മാസം, ഇന്നേക്ക് 1 മാസം 2 ദിവസം, അതായത് 32 ദിവസമായിട്ടുള്ള ഈ ഗവൺമെന്റ് ഫോം ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കണം. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവനും ഈ മുഖ്യമന്ത്രി നടപ്പാക്കുന്നില്ലേ? നാണംകെട്ട വർഗമേ ഇല്ലേ? അവസാനം ഞങ്ങൾ നടപ്പാക്കി വെച്ചത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ബസിന്റെ സൗജന്യ യാത്രയാണ്. അതിനകത്ത് നിങ്ങൾ പച്ചക്കളവല്ലേ ഈ നാടായ നാട് മുഴുവൻ പറഞ്ഞു നടന്നത്? എന്താ നിങ്ങൾ പറഞ്ഞത്? സ്ത്രീകളെ അങ്ങ് വഞ്ചിച്ചു, സ്ത്രീകളെ പറഞ്ഞു വറ്റിച്ചു, അത് മുഴുവൻ KSRTCയിലും അങ്ങ് ഫ്രീ ആക്കൂന്നല്ലേ പറഞ്ഞത് അല്ലേ? ഞങ്ങൾ എന്താ കൊടുത്തില്ലേ? ഞങ്ങൾ എന്താ പറ്റിച്ചത് സ്ത്രീകളെ? ഞങ്ങൾ പറഞ്ഞ മാനുഫാക്ചർ പറഞ്ഞ വാഗ്ദാനം ഞങ്ങൾ നടപ്പാക്കി അല്ലേ? പിന്നെ അത് സിറ്റി ബസ്, ഓർഡിനറി ബസ് മുഴുവൻ സിറ്റി ബസ്സാക്കി. പച്ചക്കളവ്, ശുദ്ധ സംബന്ധല്ലേ നിങ്ങൾ പറഞ്ഞ നാടായ നാട് മുഴുവൻ, നിന്റെയൊക്കെ നേതാക്കന്മാരടക്കം ഇല്ലേ? എത്ര സ്റ്റേറ്റ് ബസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവരുടെ നേതാക്കന്മാർക്ക് അറിയില്ലേ? നിയമസഭകത്ത് കണക്കുണ്ടാവത്തില്ലേ? ഇല്ലേ? അപ്പൊ അതിനകത്ത് എത്ര ഓർഡിനറി ഉണ്ടെന്നും എത്ര സിറ്റി ബസ് ഉണ്ടെന്നും അറിയാൻ കഴിയില്ലേ? അങ്ങനെ പരിശോധിച്ചാണ് ഇവറ്റകൾ പറഞ്ഞത്? അതെയോ? അല്ല, ഇവറ്റകൾ പച്ചക്കളവ് നാട് മുഴുവൻ പറഞ്ഞു നടക്കുക. എന്നിട്ട് അത് ജനങ്ങൾ ഇവറ്റകൾ ഈ കളവിനെ പുച്ഛിച്ച് തള്ളുമ്പോ വീണ്ടും വീണ്ടും ആ കളവ് ആവർത്തിക്കുക. ബോധം വേണ്ട, വിവരം വേണ്ടേ? നിങ്ങൾ ചിന്തിക്ക്, ഇവറ്റകൾ പറഞ്ഞതല്ലേ എന്ന് സ്ത്രീകൾക്ക് ബസ് സൗജന്യമാക്കുമ്പോ ഓർഡിനറി ബസ് മുഴുവൻ സിറ്റി ബസ്സാക്കി. ഈ നാണംകെട്ട വർഗത്തിനറിയാം സിറ്റി ബസ് അവിടെ ഓടുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് ഇത് ഫ്രീ ആക്കുമ്പോ ആ സിറ്റി ബസ്സിനകത്ത് സ്ത്രീകൾ അറിയാതെ കയറി പോവണ്ട എന്നുള്ളത് കൊണ്ട് ആ സൈഡിലും കൂടെ ഒരു സ്റ്റിക്കർ പതിച്ചതാ. അതിന്റെ ബോർഡ് ഫ്രണ്ടിലും മുമ്പിലും ഉണ്ട്. പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ സ്റ്റിക്കർ അങ്ങ് ഒട്ടിക്കുമ്പോ കുറെ മൂഞ്ചിയ മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് എന്താ നിങ്ങൾ പ്രചരിപ്പിച്ച ഈ നാടായ നാട് മുഴുവൻ? എന്താ പ്രചരിപ്പിച്ച നിങ്ങൾ? രാഷ്ട്രീയ മാന്യത, ധാർമ്മികത കാണിക്കണോളൂ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ രാഷ്ട്രീയം. നിലപാടിനകത്ത് ഞങ്ങൾക്ക് കാഴ്ചപ്പാടിലൊക്കെ മാറ്റം ഉണ്ടാകും. മനസ്സിലായ? അല്ലാതെ പച്ചക്കളവ് പ്രചരിപ്പിക്കാനല്ല. തൊള്ള തുറന്ന കളവ്. 10 കൊല്ലം കാട്ട് മൂടിച്ച ഒരു സ്റ്റേറ്റിനകത്ത് എങ്ങനെയെങ്കിലും അത് ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുമ്പോ അതിനകത്ത് അല്ല് വെക്കുക. പിന്നെ വേറൊരു വിദ്വാൻ, ഇവരുടെ മുമ്പിലത്തെ ഒരു കള്ള് മന്ത്രിയുണ്ട്, അവൻ വന്നിട്ട് എന്താ പറയുന്നത്? ബാറിന്റെ അസോസിയേഷനിലേക്ക് അവർക്ക് എന്താ പറയാ, നികുതി ഇളവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാ അതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട്. ആനമുട്ട ഉണ്ട്, ആനമുട്ട. ദുരൂഹതയല്ല. എല്ലാരും വിശ്വാസത്തിലെടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കേണ്ട ഇളവടക്കം കൊടുത്തിട്ടുണ്ട്. എന്തേ? ബസ്സുകാരുടെ പിന്നെ ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തേ അതിനകത്ത് ദുരൂഹതയില്ലേ? എന്തേ അതാരോപിക്കാത്തത്? ആരായി കള്ളി നികുതി അനുവദിച്ചു കൊടുത്തപ്പോ, നികുതി ഇളവ് കൊടുത്തപ്പം ദുരൂഹത പറയുന്നത്? കേരളത്തിനകത്ത് 300 ബാർ മാത്രം ഉണ്ടായ സ്ഥലത്ത് 1500 ബാറുകൾ ഒരു ഉളുപ്പുമില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നിൽ പോലും തുറക്കാൻ ലൈസൻസ് കൊടുത്ത ഒരു അറം പറ്റിയ പാർട്ടിന്റെ ആള് വന്നിട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. എങ്ങനെ കേരളത്തിലെ മുച്ചൂടും മുടിപ്പിച്ച് ലഹരി മാഫിയയുടെ അബ്ബാക്കി മാറ്റിയ നാണം കെട്ട വർഗങ്ങൾ എന്നിട്ട് വന്നിട്ട് ഉളുപ്പില്ലാതെ അങ്ങ് ഛർദിക്കുക. നാണം വേണോ? നാണം മാനം വേണം. ഇത് കേൾക്കുന്ന ജനങ്ങളുണ്ടെന്നുള്ള ഒരു ബോധം മറ്റു വേണം നിങ്ങൾക്ക്. മനസ്സിലായ? എന്ത് പറയുമ്പോ ആ മനുഷ്യൻ അതിനകത്ത് ഇളവ് കൊടുത്തതിൽ ദുരൂഹതയുണ്ട്. എത്ര കൈക്കൂലി സതീശൻ വാങ്ങി? ആരാ പറയുന്നത്? എന്നിട്ട് പറയാ കേരളത്തിനെ മദ്യത്തിൽ മുക്കിക്കൊല്ലാമെന്ന് ശ്രമിക്കുന്നത് VD സതീശനാണ്. 300 ബാറിലത്തെ 1500 ബാർ തുറന്നു കൊടുക്കുക മാത്രമല്ല, ആ ബാർ കള്ള് ഷാപ്പിന്റെ ഫാക്ടറിക്ക് അനുമതി പാലക്കാട് കൊടുത്തൊരു നാണം കിട്ടവനാ വന്ന് പറയുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. ഉളുപ്പ് വേണ്ട ഒരു മനുഷ്യനിക്ക്. എന്ത് തൊലിക്കട്ടിയാണ് ഇവറ്റകളെ? ഏത് ഒരു വല്ലാത്ത. ലോകത്ത് ഒരുപാട് പാർട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും രാഷ്ട്രീയം പൊളിറ്റിക്കലും പറയാറുമുണ്ട്. പക്ഷേ ഇത് കളവ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഉളുപ്പൂലാതെ വന്ന് അങ്ങ് പറയല്ലേ, അങ്ങ് ഛർദിക്കുകയല്ലേ? ഇതെന്താ? ജനങ്ങളൊക്കെ വിഡ്ഢികളാ.
ആ ബോധമുള്ള ജനങ്ങൾ തന്നെയാണ് 102 സീറ്റ് കൊടുത്ത് UDF അധികാരത്തിൽ കൊണ്ടുവന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പൊ കുറെ സൈബർ സഖാക്കൾ പറയും, കുത്തിയതിപ്പം ഖേദിക്കുന്നു ജനങ്ങൾ. ഇവന്റെ എല്ലാ ജനങ്ങളെ മനസ്സിലാകത്തുള്ള സാധനം പെനക്ട് ചെയ്ത് കണ്ടെത്തിയിട്ട് ഇവനൊക്കെ പ്രവചിക്കുന്നു. പിണറായി ആയിരുന്നു നല്ലതെന്ന് കാലം തെളിക്കുന്നു. ഉണ്ട മനസ്സിലായ? ആ പുള്ളി പോയതിപ്പം കാലം പോലും ആ തട്ടടിച്ച് ചിരിക്കുക. അത്രമാത്രം കെടുതിയും ദുരിതത്തിലേക്കും ജനങ്ങളെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒരു നാണം കെട്ട ഗവൺമെന്റിന് ബോധമുള്ള ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയതാ. മനസ്സിലായി? അത് ഈ സതീശന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെയാ. നിങ്ങൾ ഇതിന് ഇലക്ഷന് മുമ്പും ഈ സതീശൻ നുണേശൻ മറ്റേശൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ വ്യാജ പ്രചാരണങ്ങൾ അയച്ചു വിട്ടല്ലോ, അല്ലേ? വിട്ടിട്ടില്ലേ? എന്നിട്ട് ജനങ്ങൾ എന്താ വിശ്വസിച്ചേ? സതീശന്റെ നുണയെ തന്നെയാ വിശ്വസിച്ചത്. ആ സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ സതീശനാണ് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട്. മനസ്സിലായ? അതും എങ്ങനത്തെ ഖജനാവ്? 90,000 കോടി കടത്തിലാക്കി വെച്ച് കിട്ടാവുന്ന മേഖലയിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചു കൊണ്ടുവന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള കുടിശ്ശിക ഡീയാക്കി വെച്ച നാണം കെട്ട ഗവൺമെന്റ് ഇറങ്ങിപ്പോയെന്നാണ് സതീശൻ ഇത്രമാത്രം ജനപ്രിയ ബജറ്റൊക്കെ അവതരിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന ആശ്വസിക്കാൻ പറ്റുന്നവർക്കൊക്കെ കുറച്ചെങ്കിലും കൊടുത്ത് ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആയത്. അത് ജനം നോക്കി കാണുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടാ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിനെതിരെ ഞങ്ങളുടെ ഭാഗത്ത് സതീശന്റെ ഭാഗത്ത് വീഴ്ചകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ വിമർശിക്കട്ടെ, തർക്കവും ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷെ പച്ച കളവ് ഒരു ഉളുപ്പ് ഇവറ്റകൾക്കില്ലല്ലോ. എങ്ങനെ ഈ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ഇത് വന്ന് പറയുന്നു? എനിക്കറിയില്ല. ഞങ്ങൾക്കൊന്നും ഒരു കളവ് പറയുമ്പോൾ 10 പ്രാവശ്യം ആലോചിക്കേണ്ടത് ജനങ്ങൾ വിശ്വസിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റിദ്ധരിക്കോ എന്നെങ്കിലും ഞങ്ങൾ ഓർക്കും. ഇനി ഇവറ്റകൾക്ക് ഒരു ഉളുപ്പില്ല. കുളിച്ച് പൗഡറിട്ട് വൈകുന്നേരം വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് സതീശൻ ഇങ്ങനെ പഞ്ഞില്ലേ, സതീശൻ അങ്ങനെ പറ്റിച്ചില്ലേ, സതീശൻ ഇങ്ങനെ വഞ്ചിച്ചില്ലേ. ഏടെ വഞ്ചിച്ചിന്? സതീശൻ എന്ത് വഞ്ചിച്ചെന്നാ പറഞ്ഞത്? പറഞ്ഞ കാര്യങ്ങൾ പിന്നെ സ്റ്റേറ്റ് ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നടപ്പായി കൊടുത്തതാ വഞ്ചിക്കല്? അറിയാ? അല്ലെങ്കിൽ ആശാവർക്കർമാർക്ക് ശമ്പളം ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് വർദ്ധിപ്പിച്ച് 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തതാ വഞ്ചിക്കല്? അതെയോ? പറയാ നിങ്ങൾ. ആ പറയുന്ന വർഗങ്ങൾ സ്ത്രീകൾ സമരം ചെയ്തിട്ട് 6 മാസം സമരം ചെയ്തിട്ട് അതിനെ തിരിഞ്ഞു നോക്കാതെ ഒരു നാണം കെട്ട ഗവൺമെന്റ് അല്ലേ നിങ്ങളെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി? അറിയാ? തൊഴിലാളി വർഗത്തിനെ സംരക്ഷിക്കാൻ പോകുന്ന പാർട്ടി നിങ്ങൾ അറിയാ? ഒരു സമരം ചെയ്യുന്നവരെ അവരുടെ വിഷയങ്ങൾ കേൾക്കാൻ തയ്യാറാവാതെ ആ സമരം ചെയ്യുന്നവരെ പോലും പരിഹസിച്ച നാണം കെട്ട മന്ത്രിമാരുള്ള ഒരു ഇതല്ലേ. അതുമാത്രമല്ല, ആ സമരം ചെയ്യുന്നവരുടെ നികുതിക്കാശും കൊണ്ട് അവര് കൊടുക്കുന്ന ടാക്സും കൊണ്ട് സുഖമായി ജീവിച്ച് മന്ത്രിക്കാരെ സഞ്ചരിക്കുന്ന നാണം കെട്ടവരാണ് ആ സമരം ചെയ്യുന്ന സ്ത്രീകളെ പോലും അവഹേളിച്ചത് കേരള സമൂഹം കണ്ടത് അല്ലേ? അത്തരക്കാർ വന്നിട്ട് ഇപ്പൊ സതീശനും കേരളത്തിലെ ഗവൺമെന്റിനും സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ്. അത് പോയിട്ട് എവിടെ എടുക്കേണ്ട മേഖലയിൽ എടുത്തോ കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു കോട്ടവും തട്ടാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക് കേട്ടാ. അപ്പൊ നിങ്ങൾ ഈ കുത്തിത്തിരിപ്പും പച്ചക്കളവുകളും നിങ്ങൾ ഏതാ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുമ്പോ അത് അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങി ന്യായീകരിക്കാൻ വേണ്ടി കുറച്ച് സഖാക്കൾ ഉണ്ടാകും, കുറച്ച് സൈബർ സഖാക്കൾ. എല്ലാവരും അല്ല, അവരൊക്കെ മാറി ചിന്തിച്ച് ആ ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരെ ആനകുത്തിയാൽ അടങ്ങാത്ത പയ്യന്നൂര് തൊട്ട് തൃക്കരിപ്പൂര് തൊട്ട് ഇവരെ വലിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ മത്സരിച്ച് വിജയിക്കുന്ന സ്ഥല 57 വർഷങ്ങളായിട്ട് തൃക്കരിപ്പൂരൊക്കെ. അത് വിട്ട് തളിപ്പറമ്പ് വിട്ട് നാദാപുരം വിട്ട് ഇങ്ങനെ സമസ്ത മേഖലയിലും ഞങ്ങൾ വിജയിച്ചത്. അതായത് ബോധമുള്ള വിവരമുള്ള സഖാക്കൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തതുകൊണ്ടാണ്. അല്ല ഞങ്ങളെ എടുക്കൊണ്ടൊന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ അത്തരം ചിന്താശക്തിയുള്ളവരും ആ പാർട്ടിക്കകത്തുണ്ട്. അല്ലാതെ കുറച്ച് അടിമ സൈബർ സഖാക്കളെ വെച്ച് മറ്റുള്ളവർ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ തെറി വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഈ വർഗങ്ങൾ പറയുന്നിടത്തല്ല കാര്യങ്ങൾ. ഞാനിങ്ങനെ ചിരിക്കുക, ഇവറ്റകൾ ഒരു ഉളുപ്പില്ല അതിൽ വന്ന് പറഞ്ഞു ചീകളെ പറ്റിച്ചില്ലേ, സതീശൻ അങ്ങനെ പഞ്ഞില്ലേ, സതീശൻ ഇങ്ങനെ പഞ്ഞില്ലേ, അതിന് അപ്പാക്കിയോ ഇതിന് അപ്പാക്കിയോ എന്തെന്ന് അപ്പാക്കിയോ. ആകെ 1 മാസം 32 ദിവസമേ ആയിട്ടുള്ളൂ ഞങ്ങൾ വന്നിട്ട്. ഈ നാണം കെട്ട വർഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 2500 രൂപ പേശമ പെൻഷൻ ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് 4.5 വർഷക്കാലം ഇവറ്റകൾ അനങ്ങിയില്ല.
അവസാനം ഇലക്ഷൻ പ്രഖ്യാപിച്ചാലോ അതിന്റെ കൂടെ ഒരു 500 രൂപ വെച്ചിട്ട് 2000 കൂലി പെൻഷൻ ഇതാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് 500 രൂപ അന്നേരാ കൂട്ടിയത്. അതുവരെ ഇവറ്റകൾക്ക് നാവ് പൊന്തിട്ട് അത് ചോദിക്കാൻ വേണ്ടി. എന്നാൽ ഈ സർക്കാർ അങ്ങനെയാ ചെയ്തത്. ഒരു മാസം 32ാമത്തെ ദിവസമാകുമ്പോഴേക്ക് ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി പറഞ്ഞ 5 വാഗ്ദാനങ്ങൾ 4 നടപ്പാക്കി. അത് ആമ്പിള്ളർ ഭരിക്കുമ്പോഴാ. ആണൊരുത്തൻ അവിടെ നട്ടൽ നിവർത്തി ഇരുന്നിട്ടുണ്ട്. മനസ്സിലായ? പറഞ്ഞത് ചെയ്യാനും അറിവുള്ളവനാ. ചെയ്യുന്ന കാര്യങ്ങളെ അവൻ പറയുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന് നിലപാടും. 10 വർഷം കൊണ്ട് ഒരു നാടിലൊരു ആഭ്യന്തര വകുപ്പ് ഉണ്ടായിരുന്നു. MDMA മദ്യവും അതും കൊണ്ട് കേരളം ഏത് കോലത്തിലേക്കാ പോയത്? ഇപ്പൊ നിങ്ങൾ അറിയുന്നില്ല. ഓപ്പറേഷൻ തൂഫാൻ ആക്കിയതിന് ശേഷം നമ്മളത്തെ പോലെ ഞെട്ടിക്കുന്ന ഇതല്ലേ ഓരോ സ്ഥലത്ത് പിടിക്കപ്പെടുന്നത്? ഇല്ലേ? ഈ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിനിതായാലൊക്കെ ഇല്ലേ? എന്നിട്ട് അതിനും കുറെ സൈബർ കമ്മികൾ ന്യായികൾ. പിണറായി പിച്ചിട്ടില്ലേ? പിണറായി കോടിക്കണക്കിന് പിന്നെ പിച്ചില്ലേ? പകന്ന പഞ്ഞാന്നന് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ ഇങ്ങനെ പഞ്ഞിന്ന്? എന്ത് പിച്ചില്ലേ? അത് സ്വാഭാവികമായിട്ട് ഒരു ഗവൺമെന്റ് വന്നാൽ സായിയായിട്ടുണ്ടാകുന്ന ഒരു സാധാരണ നടപടിന്റെ ഭാഗമായിട്ട് അത് ഏത് ഗവൺമെന്റ് പിടിക്കും പോലെ പിടിച്ചിട്ടുണ്ട്. തർക്കം പറയുന്നില്ല. പക്ഷെ ഇതിനായിട്ട് ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കി ഇതിന്റെ അടിവേരറക്കാൻ വേണ്ടി അതിനായിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ച് ഇതുപോലെ തന്നെ നിങ്ങൾ വിവരം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സോ പേരോ കാര്യങ്ങളോ ഒരാളും പുറത്തു വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീക്രട്ട് നമ്പറും ജനങ്ങൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ അടിവേരറക്കുന്നതിനെ വെച്ചിട്ടാണ് ഈ പിണറായി പിച്ചില്ലേ, പിണറായി പഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് ഇവറ്റകൾ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നു. ഉളുപ്പ് വേണ്ട ചങ്ങായിമാരെ നിങ്ങൾക്ക്. ഉളുപ്പ്. നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കും. വെറും അടിമയായിപ്പല്ല. അതിനെ കൊണ്ട് കാര്യമില്ല. ഇങ്ങനെ അടിമത്തം പേര് ന്യായീകരിച്ചാണ് ഈ ലോകത്ത് തന്നെ ഇല്ല ഈ പാർട്ടി. ഇപ്പോ പണ്ടൊക്കെ ഞങ്ങളെ ഈ വിറ്റകളെ പ്രസംഗത്തിൽ അങ്ങ് ചൈന നോക്കൂ, ഇങ്ങ് റഷ്യ നോക്കൂ, അങ്ങ് സോവിയറ്റ് യൂണിയൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാം എല്ലാം പൊട്ടി പാരീസായി അവിടെയൊന്നും ഇല്ലാണ്ടായി. പിന്നെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി അങ്ങ് ബംഗാൾ നോക്കൂ, ഇങ്ങ് ത്രിപുര നോക്കൂ, ഇങ്ങ് ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് കുറെ കാലം അങ്ങനെ പ്രസംഗിച്ച് നടന്നത്. അവിടെ ഇപ്പൊ അതിന്റെ അടിവേരളകി മാന്തി അളകി അവിടെ നാമാവിഷയമില്ല. ഇപ്പൊ പ്രസംഗത്തിൽ മണങ്ങി നോക്കൂ, കുനിഞ്ഞു നോക്കൂ എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ട് പോലും ഇവറ്റകൾക്ക് ഇനിയും വിവരം വെച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ ആരും, അതും VD സതീശനാ. ഇത്ര എഡ്യൂക്കേറ്റഡ്, നല്ല എന്താ പറയാ, അത്രയും വിവരവും പക്വതയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു ഞാനില്ലാന്നേ പറയൂ. എന്റെ വ്യക്തിപരമായിട്ടൊക്കെ പറയുന്നത്. എനിക്ക് ഇത്രയും പ്രായങ്ങളായി, എനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്നേ പറയാം. പക്ഷെ അവരെ കാണും ഒരു പണത്തൂക്ക മുൻപറ്റി തന്നെയാണ് ഈ VD സതീശൻ. എന്ത് കാര്യത്തിലായാലും ഒരു എന്താ പറയുക, ഒരു വികസന കാഴ്ചപ്പാട് ഭാവി തലമുറകൾക്ക് പോലും അനുഭവിക്കേണ്ട ഒരു എന്താ പ്രൊജക്ടുകൾ 1000 പേർക്ക് തൊഴിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കണം, ഇന്ന പ്രൊജക്ട് ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബജറ്റ് അവിടെ അവതരിപ്പിച്ചില്ലേ? ഈ കഴിഞ്ഞ 10 വർഷക്കാലം അത്തരമൊരു ബജറ്റ് ഉണ്ടോ? ഇല്ലാതെ കുറെ എഴുതി കൊണ്ടുവരും, പച്ചക്കളവ് അറിയും. എന്നിട്ട് 1000 കോടി അവിടെ നീക്കി, 1000 കോടി ഇവിടെ നീക്കി, 10,000 കോടി അവിടെ നീക്കി അറിയൂ. എവിടെ നീക്കി, ആർക്ക് കൊടുത്ത്? എല്ലാം ഇവറ്റകൾ അമുക്കൂ. ഇവറ്റകളെ റിസർവ് ബാങ്കിലേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കൂ. പിന്നെ കുറെ പത്ത് നല്ല പികച്ചന ഉണ്ടാക്കിയിട്ടില്ല. റോഡെല്ലാം നിങ്ങൾ നോക്കൂ. അവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡിന് അത് താഴെ ചെയ്ത് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഗവൺമെന്റും ചെയ്യൂ. അതൊന്നും ഒരു വികസനം അല്ലടാ പൊട്ടന്മാരെ. വികസനം എന്ന് പറയുന്നത് എന്താ? ഒരു ഗവൺമെന്റ് ഫോം ചെയ്താൽ ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാതെ എന്തെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റിയോ അല്ലെങ്കിൽ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളോ കൊണ്ടുവരിക. അങ്ങനെയൊക്കെ പുതുതായിട്ട് സ്ഥാപിക്കുമ്പോൾ വികസനത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലാതെ ഞങ്ങളെ പണ്ട് കാലത്ത് ഉണ്ടാക്കി വെച്ച ഏതെങ്കിലും മെഡിക്കൽ ഗവൺമെന്റ് ആശുപത്രിക്ക് പോയിട്ട് 4 പെയിന്റ് അടിച്ച് ഇപ്പൊ ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് അതിന്റെ തട്ടി അതിന്റെ ചോർന്ന് നിൽക്കുന്ന ഓട് മാറ്റി വേറൊരു ഓട് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പേച്ച് വർക്കുള്ള ഒരു റോഡിൽ 4 പേച്ച് വർക്ക് അടിച്ച് ഇത് പികച്ചനാ പോലും. ഇങ്ങനെ ചിന്തിക്കുന്ന നാണം കെട്ട ഈ വിവരദോഷികളോട് എന്താ ഞങ്ങൾ പറയേണ്ടത്? അത് ഏത് ഗവൺമെന്റ് വന്നാലും ചെയ്യണോ? അത് ചെയ്യാനല്ല പിന്നെ സർക്കാരിനെ അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലേ? പിന്നെ പറയും റേഷൻ പീടികയിലെ അരി കൊറ്റില്ലേ,
ഇവിടെ മണ്ണെണ്ണ കൊറ്റില്ലേ, മാവേലി സ്റ്റോറിൽ അതുണ്ടാക്കി. അവിടെ ഇതൊക്കെ ഇന്നലെയും മിഞ്ഞാന്നും ഉണ്ടായതല്ല, ഈ പിണറായി വന്നേരം ഉണ്ടായതല്ല. അതൊക്കെ സ്ഥായിയായിട്ട് ഒരു സ്റ്റേറ്റിനകത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളാ. അതങ്ങ് തുടർന്നു പോകുന്നതേ ഉള്ളൂ. അത് ഏത് ഗവൺമെന്റ് വന്നാലും. അതെല്ലാം വികസന കാഴ്ചപ്പാടാ. ഇപ്പം സതീശൻ ഈ ബജറ്റിൽ തന്നെ നിങ്ങളെടുത്ത് പരിശോധിക്കുക. പക്ഷെ സതീശൻ കുറെ ഇംഗ്ലീഷിലാ പറഞ്ഞ്. അത് ഇവറ്റകൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം വേണ്ടേ തലക്കകത്ത്. ഇവറ്റകൾക്ക് ആകെ ദിനേശ് വീടിന്റെ ഫണ്ട് വകയിരുത്താനും ഇപ്പുറം മുറത്തിന്റെ വകയിരുത്താനും പിന്നെ ആ ജനങ്ങളെ ആരെങ്കിലും വെട്ടിക്കൊന്ന ഏതെങ്കിലും എന്താ പറയുന്ന കൊലയാളികളെ ജയിലിൽ സംരക്ഷിക്കാനും പിന്നെ ഈ കഞ്ചാവ് ഈ MDMA ഒക്കെ പിടിച്ച് അകപ്പെട്ട ഇവറ്റകളെ ചുവപ്പ് കോലയും ഞാൻ CPM എന്നാൽ അവരെ സംരക്ഷിക്കാനും ഇങ്ങനെയൊക്കെ ബജറ്റിൽ മാറ്റി വെക്കുന്നുണ്ടാവും. മറ്റേ നാടിന് ഉപകരിക്കുന്ന ഒരു വിഷയങ്ങളും 10 വർഷമായിട്ട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഒരു നാടിന് മാറ്റുന്ന വികസനത്തിന്റെ എന്തെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ 10 വർഷമായിട്ട് ഇവരെ എന്താ പറയുക ദൈവം തമ്പുരാൻ ഇവരെ ദൈവമല്ല, ദൈവം എന്ന കാരണഭൂതനല്ല അല്ലെ, ലോകം താങ്കാല ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, എന്റെ കമന്റ് ബോക്സിലിട്. ഞാൻ അവിടെ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. നേരെ വെച്ച് അതിന് മുമ്പുള്ള ഞങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വിധത്തിലുള്ള വികസനങ്ങൾ. അന്നത്തെ മുദ്രാവാക്യം എന്താ? അതിവേഗം ബഹുദൂര എന്നതുപോലെ തന്നെ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ട്, ഇനി എയർപോർട്ടിന്റെ വിഷയം വരുമ്പോ ഇങ്ങൾ കൊണ്ടുവന്ന ഞമ്മൻ കൊണ്ടുവന്നല്ലേ, നമ്മളെ എന്താ പറയാ BH അച്യുതാനന്ദനും കൊണ്ടുവന്നല്ല. BH അച്യുതാനന്ദനെ കൊണ്ടുപോകാൻ അദ്ദേഹം ആ പ്രൊജക്ടിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവാം. അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി അതിന് വേഗതയിലാക്കാൻ CM ഇബ്രാഹിം അന്നത്തെ കർണാടക മന്ത്രി എന്ന് മനസ്സിലാക്കുന്നത് ഏവിയേഷൻ മന്ത്രിയായിരിക്കും സെൻട്രൽ ഗവൺമെന്റ്. അയാൾ ഒത്താശയോട് കൂടിയിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ പ്രൊജക്ടിന് സാങ്ഷൻ കിട്ടി. ശരി, അതിനുശേഷം അവിടെ തറക്കല്ലിട്ടു, ഒരടി മുന്നോട്ട് പോയില്ല. അതിനുശേഷം 4 ഘട്ടങ്ങളിലായിട്ട് 2 ഗവൺമെന്റും വന്നിട്ടുണ്ട്. ആരൊക്കെ? LDFന്റെ വന്നിട്ടുണ്ട്, UDFന്റെയും വന്നിട്ടുണ്ട്. ഒന്നും അനങ്ങിയില്ല. അവസാനം ഉമ്മൻചാണ്ടിന്റെ ഈ മുദ്രാവാക്യവുമായി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് അന്ന് സെന്ററിൽ ഭരിക്കുന്നത് ഞങ്ങളുടെ UPA മുന്നണിയാ. UPA മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് സാക്ഷനാക്കി കിയാലുമായി ഇത് ചെയ്ത് ചർച്ച ചെയ്ത് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പരിപാടി അങ്ങ് നടപ്പാക്കിയത് ആ മനുഷ്യനാ. അവസാനം റൺവേയുടെ പിന്നെ അതിന്റെ പരീക്ഷണ പറക്കലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞപ്പോ ഫ്ലൈറ്റ് പറത്തിയപ്പോ ഈ നാണം കെട്ട വർഗങ്ങൾ പറഞ്ഞ് അത് പരിധിയില്ലാതെ അങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ പച്ചക്കളവ് നാടായ നാട് മുഴുവൻ ഇവറ്റകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് മനസ്സിലാക്കണം. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ എന്താ നടന്നത്? അവിടെ റൺവേയുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഹെലികോപ്റ്റർ പറഞ്ഞതാ അല്ലേ? അപ്പൊ അങ്ങനെയാണ് അത് പൂർത്തീകരിക്കുന്നതിന്റെ കുറച്ച് ഒരു 5% പണി ബാക്കി നിൽക്കുമ്പോൾ ഇലക്ഷൻ ഇത് വരുന്നു, ഞങ്ങൾ പരാജയപ്പെടുന്നു, ഇവറ്റകൾ കയറി വരുന്നു. പിന്നെ 5% വർക്ക് ഇവറ്റകൾ അവിടെ എവിടെയൊക്കെ ഒപ്പിച്ചിട്ട് ഒരു അട്ടിമുട്ടിയിലാക്കി പിന്നെ ഇവറ്റകൾ ഉദ്ഘാടനം ചെയ്യുന്നു. അതും മറ്റരെ കൊണ്ടുവന്നിട്ട് ആരാ സംഖ്യകളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. എന്നതുപോലെ തന്നെയാണ് കൊച്ചി മെട്രോ. മനസ്സിലാക്കണം, കൊച്ചി മെട്രോ ഇതുപോലെ തന്നെ പണി പോകുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ 520 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ പാസ്സാക്കിച്ചിട്ടാണ് ആ പ്രവൃത്തി നടത്തിയത്. അതിന്റെ 98% വർക്ക് കഴിഞ്ഞു. ഞങ്ങൾ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. 2% പണി എന്ന് പറഞ്ഞാൽ പെയിന്റ് അടിക്കുക, അതേ ബാക്കിയുള്ളൂ. എന്നിട്ട് അത് പെയിന്റ് അടിച്ച് ഈറ്റകൾ വന്നിട്ട് എന്നിട്ടോ ആ വർക്ക് മുഴുവനായിട്ട് ഉമ്മൻചാണ്ടിയെ പോലും ഉദ്ഘാടനത്തിൽ ക്ഷണിക്കാതെ സ്റ്റേറ്റിന്റെ അന്നത്തെ സംഘിന്റെ പ്രസിഡന്റായ കുമ്മണി അടക്കം വിളിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംഘിന്റെ പ്രധാനമന്ത്രിയാ, അയാൾക്ക് ടൈമില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ടൈമില്ല എന്ന് പറഞ്ഞപ്പോ അയാളെ ടൈം കണ്ടെത്തുന്നവരെ കാത്തു നിന്നിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച നാണം കെട്ട വർഗങ്ങൾ ഞങ്ങളുണ്ടാക്കിയ വികസനം അതിന്റെ പേരെടുക്കാൻ വേണ്ടി ഈ പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്തത് ഞങ്ങളാ. അങ്ങനെയാണ് വികസനം കൊണ്ടുവരിക. അല്ലാതെ ആരാൻ ചെയ്തു വെച്ച റോഡുമ്മൽ പോയിട്ട് 4 പേച്ച് വർക്ക് ചെയ്തത് വികസനമല്ല. മനസ്സിലാക്കിയ? അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഈ 10 വർഷമായിട്ട്? ഇല്ലല്ലോ. അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ജനകീയ സർക്കാർ മുന്നോട്ട് തന്നെയാ. ഇതുപോലെയാ പോകുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലേ ഇനി മറ്റൊരു പാർട്ടിക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ട്. ആ 35 ഞങ്ങൾക്ക് കിട്ടും, ആ BJPന്റെ 3 ഞങ്ങൾക്ക് 140 സീറ്റുമായിട്ടാണ് അടുത്ത ഗവൺമെന്റ് ഇതേ UDFന്റെ നേതൃത്വത്തിൽ ഫോം ചെയ്യുക. ഇതേ നിലപാടിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ബോധമുള്ള ജനങ്ങൾ മുഴുവൻ ഇതിന്റെ കൂടെ നിൽക്കും, ഒരു തർക്കവും വേണ്ട. ഓക്കെ.